അതായത് എക്കണോമിക്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് ബയാസ് ഇൻ ബിഹേവിയറൽ ഫിനാൻസിനെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ അയാളുടെ അതായത് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്, ഇന്ന് നിങ്ങൾക്കൊരു 10,000 രൂപ തരാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 20,000 രൂപയിട്ട് തരാം എന്ന് പറയണ്. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം? സാധാരണ ഒരാളാണെങ്കിൽ ഇന്ന് കിട്ടുന്ന 10,000 രൂപയായിരിക്കും സ്വീകരിക്കുന്നത്. പക്ഷെ റാഷണൽ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കണേന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഒരാഴ്ച കാത്തിരുന്ന് 20,000 രൂപയായിരിക്കും വാങ്ങണത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിവിജ്വലിന്റെ മിസ്റ്റേക്ക് ആണ്. അയാൾ എന്ത് ചെയ്യണില്ല, വെയിറ്റ് ചെയ്യണില്ല, ആ ടൈം വെയിറ്റ് ചെയ്യാൻ അയാൾ തയ്യാറാവണില്ല. അയാൾ റേഷണൽ ആയിട്ട് ചിന്തിക്കണില്ല. റേഷണൽ ആയിട്ട് ചിന്തിക്കണമെങ്കിൽ അയാൾ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് 20,000 രൂപ മേടിക്കും. പക്ഷെ മനുഷ്യന്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ ആലോചന സൈക്കോളജി അനുസരിച്ചിട്ട് ഇന്ന് കിട്ടുന്നത് മേടിക്കാനായിരിക്കും, ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. ഒരു എററാണ്, ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്ന ഒരു എററാണ് ഇൻഡിവിജ്വൽസിന് സംഭവിക്കുന്നത്. അതായത് ആൾക്കാർ പ്രിഫർ ചെയ്യണത് എപ്പോഴും എന്താണ്, ഇപ്പൊ കിട്ടണ ചാൻസ്, ഇപ്പൊ പണം കിട്ടണ, അതിനാണ് ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കാം, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാല് economics were the first to notice that people tend to discount the future and developed what is known as the discounted utility model to describe it. അപ്പോൾ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡിസ്കൗണ്ടിങ് യൂട്ടിലിറ്റി മോഡൽ എന്നുള്ള ഒരു തിയറിയാണ് എക്കണോമിക്സിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് ഇതാണ്, ദ കോഗ്നിറ്റീവ് ബയാസ് വാസ് ടേംഡ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ബൈ സൈക്കോളജിസ്റ്റ് റിച്ചാർഡ് ഹേഴ്സ്റ്റൺ ഇൻ 1961. അപ്പൊ റിച്ചാർഡ് ആണ് ആദ്യമായിട്ട് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞത്. അപ്പൊ കോഗ്നിറ്റീവ് ബയാസിനെയാണ്, അപ്പൊ ബിഹേവിയറൽ ഫിനാൻസിൽ കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന കാര്യങ്ങളെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ബയാസ് എന്താണെന്ന് പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ തീരുമാനങ്ങളിൽ പിന്നെ എറേഴ്സ് ആണ് കോഗ്നിറ്റീവ് ബയാസ്. സബ്ജക്റ്റീവ് ബയാസ് ആണ് കോഗ്നിറ്റീവ് ബയാസ് ഉദ്ദേശിക്കുന്നത്. അതായത് അയാളുടെ താല്പര്യം എങ്ങനെയാണോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കോഗ്നിറ്റീവ് ബയാസിനെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഹി നോട്ടീസ്ഡ് ദാറ്റ്, അപ്പൊ റിച്ചാർഡ് ഹേഴ്സ്റ്റൺ പറഞ്ഞിട്ടുള്ളത്, സബ്ജക്ട് ഇൻ ഹിസ് സ്റ്റഡീസ് ടെൻഡ് ടു ലുക്ക് അറ്റ് റിവാർഡ്സ് ഇൻ പ്രൊപ്പോർഷൻ നോട്ട് ഓൺലി ദെയർ റേറ്റ്സ് ആൻഡ് എമൗണ്ട്സ് ബട്ട് ഓൾസോ ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഇമ്മീഡിയസി. അപ്പൊ ആൾക്കാർ എങ്ങനെയാണ് ഓപ്ഷൻസ് സ്വീകരിക്കുന്നത് വെച്ചാല് റിവാർഡ് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് നോക്കിയിട്ടോ ഒന്നല്ല. ഇപ്പൊ എന്നോട് പറഞ്ഞു നാളെ 10,000 അല്ലെങ്കിൽ ഇന്ന് 10,000 രൂപ തരാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് 20,000 രൂപ തരാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യണത്, ഇപ്പോഴത്തെ കാര്യം ഇമ്മീഡിയസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എനിക്ക് ഇപ്പൊ കിട്ടാനാണ് താല്പര്യം. ഞാൻ അവിടെ എനിക്ക് എത്ര റേറ്റ് കൂടുതൽ കിട്ടുന്നു, എത്ര അധികം റിവാർഡായിട്ട് എത്ര കിട്ടുന്നു ഒന്നും ഞാൻ നോക്കണില്ല. ഞാൻ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത ഇമ്മീഡിയസി. അതുകൊണ്ട് നമ്മുടെ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്നുള്ളൊരു ഫാക്ടർ ആയിട്ട് പറയണത്. But the phenomenon of hyperbolic discounting is implicit in Richard Hernstein's matching law. അതായത് റിച്ചാർഡ് ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു മാച്ചിങ് ലോ എന്നുള്ളൊരു തിയറിയിലാണ്. മാച്ചിങ് ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. Which states that when dividing their time or effort between two non-exclusive ongoing sources of reward, most subjects allocate in direct proportion to the rate and size of rewards from two sources and inverse proportion to their delays. അപ്പൊ മാച്ചിങ് ലോയിലാണ് ഈ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ 2 എക്സ്ക്ലൂസീവ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് 10,000 രൂപ എന്ന് പറഞ്ഞു, നെക്സ്റ്റ് വീക്കിൽ 20,000 രൂപ എന്ന് പറഞ്ഞത് നോൺ എക്സ്ക്ലൂസീവ് ആണ്. അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനെ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഞാൻ സ്വീകരിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാ, ആ റേറ്റിനോ റിവാർഡിനോ സൈസിനോ ഒന്നല്ല. 10,000 രൂപ കൂടുതൽ കിട്ടുന്നോ അതല്ലെങ്കിൽ അതിന്റെ റേറ്റ് എത്രയാണെന്നല്ല നോക്കണത്. എനിക്ക് അത് ഇത്രയും നാൾ ഡിലേ ആകും, ഒരാഴ്ച എനിക്ക് വൈകും. അപ്പൊ ഞാൻ ഇമ്മീഡിയസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തിയറിയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയണത്. അപ്പൊ ഇമ്മീഡിയറ്റ് അതൊരു കോഗ്നിറ്റീവ് ബയാസ് ആയിട്ടാണ് പറയണത് hyperbolic discounting എന്ന് പറയുന്നത്. Hyperbolic discounting happens when people would rather receive ₹1,000 right now than ₹2,000 in a month. ഇപ്പൊ എക്സാമ്പിൾ ആണ് പറയണത്. എപ്പോഴൊക്കെയാണെന്ന് പറയുന്നത്,
അതായത് ആൾക്കാരുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 രൂപ ഇന്ന് വേണോ അല്ലെങ്കിൽ ഒരു 2000 രൂപ ഒരു മാസത്തിനുള്ളിൽ വേണോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ എന്തോ ചെയ്യാം, 1000 രൂപ ഇപ്പൊ കിട്ടാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം. അതായത് പീപ്പിൾ വാല്യൂ ദ ഇമ്മീഡിയസി ഓഫ് ടൈം ഓവർ ദ ഹയർ വാല്യൂ ഓഫ് മണി. ആൾക്കാര് ടൈമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ പണത്തിന്റെ വാല്യൂ മൂല്യത്തിനല്ല. ആൾക്കാരുടെ മനോഭാവം അങ്ങനെയാണ്. മൂല്യം കൂടുന്നുണ്ട്, ഇപ്പൊ ഇവിടെ 1000 രൂപ ഇരട്ടി ആവണമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഒരു ടൈം എനിക്കിപ്പോ കിട്ടുന്നതാണ് കൂടുതൽ താല്പര്യം. ആ ഇമ്മീഡിയസി ഓഫ് ടൈമിനാണ് ആൾക്കാരുടെ മനോഭാവം, കിട്ടാനാണ് അവരുടെ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ പേഴ്സൺസ് ഡിസയർ ഫോർ എൻ ഇമ്മീഡിയറ്റ് റിവാർഡ് rather than a higher value delayed reward. അപ്പൊ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ആഗ്രഹം, ഡിസയർ എന്ന് പറയുന്നത് എന്താ, ഇമ്മീഡിയറ്റ് റിവാർഡ് ആണ്. rather than a higher value. അവർക്ക് വാല്യൂ കൂടുതലുള്ള കിട്ടുന്നേക്കാളും താല്പര്യം അവർക്ക് എന്താണ്, പെട്ടെന്ന് കൂടുതൽ കിട്ടണമെന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണമെന്നാണ്. അല്ലാതെ വാല്യൂ കൂടുന്നതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതായത് ഇത്തിരി ഡിലേ വരുമ്പോൾ അവർക്ക് ഹയർ വാല്യൂ കിട്ടുന്നുണ്ടെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ഇമ്മീഡിയറ്റ് റിവാർഡിനാണ് പ്രിഫർ ചെയ്യണത്. അപ്പൊ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ഈസ് എ കോഗ്നിറ്റീവ് ബയാസ്, meaning that it is a mental state that defines logic and common sense. Underline ചെയ്യാം, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, is a cognitive bias ആണ്, ഒരു ആളുടെ സബ്ജക്റ്റീവ് ബയാസ് ആണ്, അയാളുടെ മനോഭാവമാണ്. മീനിങ് ദാറ്റ് ഇറ്റ് ഈസ് എ മെന്റൽ സ്റ്റേറ്റ് ദാറ്റ് ഡിഫൈൻസ് ലോജിക് ആൻഡ് കോമൺ സെൻസ്. അപ്പൊ അയാളുടെ മെന്റൽ സ്റ്റേറ്റ് അനുസരിച്ച് ഇതാണ് ശരി എന്നാണ് അയാളുടെ മനോഭാവം. The power of the mental hurdle adjust based on the time involved. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ടൈമിനാണ് അയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര നേരത്തെ കിട്ടണതോ അയാൾ അതിനായിരിക്കും ഒരു ഇൻഡിവിജ്വൽ പ്രിഫർ ചെയ്യണത്. Here how one psychologist site expressed it. If someone were to offer you the choice between, പിന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയണത്, 50 രൂപ ഇപ്പൊ വേണോ അല്ലെങ്കിൽ 100 രൂപ നാളെ വേണോ. The later would seem the clear choice. അപ്പൊ ഇപ്പൊ 50 രൂപ വേണോ നാളെ 100 രൂപ വേണോന്ന് വെച്ചാല് നമുക്കിവിടെ അറിയാൻ പറ്റും. പക്ഷെ അതായത് നാളെ 100 രൂപ മതി അല്ലേ, നമുക്ക് ഇപ്പൊ 50 രൂപ വേണോ നാളെ 100 രൂപ എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ്, 100 രൂപ നാളെ മതി എന്നായിരിക്കും. പക്ഷെ ആ ഗ്യാപ്പ്, ബട്ട് ആസ് എ ഡിലേ ഗ്യാപ്പ് വൈഡൻസ്, പക്ഷെ ആ ഗ്യാപ്പ് കൂടുന്തോറും, ഇതിപ്പോ ഇന്നും നാളെ ആയതുകൊണ്ട് നമുക്ക് നാളത്തെ മതി എന്ന് പറയാം, ഒരു ദിവസമല്ലേ കുഴപ്പമുള്ളൂ. പക്ഷെ ഗ്യാപ്പ് വൈഡൻ ചെയ്യുമ്പോൾ, അതായത് ആ ടൈം സ്പാൻ കൂടുമ്പോൾ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി എക്സ്ട്രാ ₹50 ക്വിക്ലി ഡിമിനിഷസ് ഫോർ മോസ്റ്റ് പീപ്പിൾ. പക്ഷെ ഗ്യാപ്പ്, ഇത് നാളെ 100 രൂപ തരാന്ന് പറയുന്നത് മറിച്ച് ഒരാഴ്ച കഴിഞ്ഞ് 100 രൂപ എന്നാണെങ്കിലോ, അതായത് 50 രൂപ ഇന്നും 100 രൂപ ഒരാഴ്ച കഴിഞ്ഞെന്നാണെങ്കിലും ഇപ്പൊ എന്തായിരിക്കും മാറും, പല ആൾക്കാരുടെ തീരുമാനം അവിടെ മാറും. അവരെന്ത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് ഇപ്പൊ തന്നെ 50 രൂപ തരാൻ പറയും. അപ്പൊ അതൊക്കെ അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇഫ് യു കൺസിഡർ ദ സെയിം എക്സാമ്പിൾ, ഇഫ് വി ആർ ആസ്ക്ഡ് ടു ചൂസ് ബിറ്റ്വീൻ ₹500 ടുഡേ ഓർ 1000 ആഫ്റ്റർ 1 ഇയർ. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ്, 500 രൂപ ഇന്ന് തരാം, 1000 rupees ഒരു വർഷം കഴിഞ്ഞിട്ട് തരാം. അപ്പൊ മിക്ക ആൾക്കാരും, മോസ്റ്റ് ഓഫ് us, നമ്മളിൽ മിക്കവരും എന്താ ചെയ്യാ, ഇന്ന് കിട്ടുന്ന 500 രൂപയായിരിക്കും ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. But the pattern follows a hyperbola. So once a certain time threshold is crossed, the devaluing effect of time diminishes. അപ്പൊ ഒരു ഹൈപ്പർബോളയുടെ ഫോമിലായിരിക്കും നമ്മൾ ഈ പാറ്റേൺ അവിടെ കാണുന്നത്. അതാണ് ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുള്ളത്, ഹൈപ്പർബോളയുടെ ഫോമിലാണ് ഒരു ഡിസ്കൗണ്ടിങ്, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കാണിക്കും. അതായത് ഇവിടെ പ്രൊപ്പോർഷൻ, ഡിസ്കൗണ്ടിൽ ഉണ്ടാവുന്ന റേറ്റിൽ ഉണ്ടാവുന്ന പ്രൊപ്പോർഷനും ടൈമിൽ ഉണ്ടാവുന്ന പ്രൊപ്പോർഷനും സെയിം അല്ല. അതുകൊണ്ടാണ് ഹൈപ്പർബോളയുടെ ഫോമില് ഈ പാറ്റേൺ വരുന്നത്. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഡിസ്കൗണ്ട് റേറ്റില് സെയിം ഇൻക്രീസ്, അതേ ഇൻക്രീസ് ടൈമില്, അപ്പൊ സെയിം റേറ്റിലാണ് ഇവിടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഹൈപ്പർബോളയുടെ ഫോമിലായിരിക്കില്ല കിട്ടുന്നത്. നമുക്ക് ശരിക്കും നല്ലൊരു കർവായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എന്താ വന്നത്, ഒരു ഹൈപ്പർബോളയുടെ ഫോമിലാണ് വന്നത്. അതായത് ഇവിടെ എന്തില്ല, സെയിം പ്രപ്പോർഷനിലല്ല ചേഞ്ച് വരുന്നത്. അതായത് ആൾക്കാരുടെ മെന്റാലിറ്റി, ഇന്നത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതാണ് ഇവിടെ ഹയർ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പൊ ഇതൊരു ടൈമാണ്, താഴെ കാണിച്ചിട്ടുള്ളത് ടൈമാണ്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ, ഇവിടെ സെക്കൻഡ് ഇയർ,
ഇങ്ങനെ ഇവിടെ 10th ഇയർ. ഇപ്പൊ എനിക്ക് പണം കിട്ടുന്നത് ഇന്നത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് വേണോ 10 വർഷം കഴിഞ്ഞിട്ട് ഇത്ര രൂപ വേണോന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? മിക്ക ആൾക്കാരും ഫസ്റ്റ് ഇയറിൽ തന്നെ മേടിക്കാൻ താല്പര്യപ്പെടും. പക്ഷെ ചില ആൾക്കാർ റേഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ പെൻഷൻ ഫണ്ട് ഒക്കെ ചിന്തിക്കണ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണെങ്കിൽ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? ആ 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടണ ഓപ്ഷൻ സ്വീകരിക്കാം. ഇല്ലാന്നല്ല, സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് മിക്ക ആൾക്കാരുടെയും മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഇവിടെ വരുന്നത്. ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഇയർ ഓപ്ഷൻ ആവുമ്പോൾ അവിടെ കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കുറഞ്ഞു വരുന്ന പ്രപ്പോർഷൻ സെയിം അല്ല. ഓരോ വർഷം ടൈമിന്റെ സെയിം പ്രപ്പോർഷനിലല്ല ഇവിടെ വ്യത്യാസം വരുന്നത്. ആൾക്കാരുടെ സെലക്ടിവിറ്റി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹൈപ്പർബോളയുടെ ഫോമിലായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയണത്. അതായത് കോഗ്നിറ്റീവ് ബയാസിനെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്നാണ് പറയണത്. അതായത് പീപ്പിൾസിന്റെ ഇൻഡിവിജ്വൽസിന്റെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ ഫ്യൂച്ചറിൽ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ചേഞ്ച് ചെയ്യാം ആൻഡ് ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ദ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്നാണ് പറയണത്. അതായത് അകലെയാണെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ? ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കുള്ളൂ. അതായത് അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അധികം ആൾക്കാരും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയണത്. കേൾക്കണുണ്ടല്ലോ എല്ലാവരും? മനസ്സിലായോ? വേറെ ഒന്നുമില്ല, പ്രിഫർ ചെയ്യണത് ആൾക്കാര്. അതായത് ഇതൊരു തെറ്റായിട്ടുള്ള സംഭവമാണ്. ഇതിങ്ങനെയല്ല ആൾക്കാർ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? അവരാ റേറ്റ് നോക്കണം. ഇപ്പൊ ഇന്ന് 100 രൂപ തരാന്ന് എന്നോട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് 200 രൂപ തരാന്ന് പറഞ്ഞു. എനിക്ക് എന്താണ്, ഒരാഴ്ച കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോ കാല് മാറുമെന്നൊരു സംശയം ഉണ്ടാവും. റിസ്ക് വരുന്നുണ്ട്. ടൈം വരുമ്പോ നമുക്ക് അവിടെ അൺസർട്ടിനിറ്റി വരുന്നുണ്ട്. അൺസർട്ടിനിറ്റി എന്ന് പറഞ്ഞാൽ റിസ്കിനൊരു സാധ്യത വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓപ്ഷൻ 1 ആണ് തിരഞ്ഞെടുക്കുക. അതായത് 100 രൂപ ആണ് തിരഞ്ഞെടുക്കുക. പക്ഷെ ഞാൻ റേഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യില്ല? എനിക്ക് അതിൽ നിന്ന് എത്ര റേറ്റ് ഇൻക്രീസ് ഉണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് ഞാൻ നോക്കും. അതുപോലെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. ഈ 100 രൂപ 200 രൂപ ആവണമെങ്കിൽ എത്ര റേറ്റ് അവിടെ വരുന്നുണ്ട്, അതിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എത്ര ഇൻക്രീസ് ഉണ്ടാവും, എത്ര റിവാർഡ് എനിക്ക് കിട്ടും. നമ്മൾ റേഷണലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷെ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിൽ പറയുന്നത് എന്താണ്? ആൾക്കാരുടെ മനോഭാവം റേഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അവരിങ്ങനെ ആലോചിച്ച് ചിന്തിക്കണമൊന്നുമില്ല. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻ അങ്ങോട്ട് സെലക്ട് ചെയ്യും. 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. അപ്പൊ അവർക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർബോളയുടെ ഫോമിലാണ്. ഇങ്ങനത്തെ വരുന്ന കർവിനെയാണ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. അതായത് സെയിം പ്രപ്പോർഷനിലായിരിക്കില്ല. ഇവിടെ നമ്മൾ 1ഉം 2ഉം പറയുമ്പോൾ ഒരു റേറ്റ് വരുന്നില്ലേ, അതേ റേറ്റ് ആയിരിക്കില്ല ഇവിടെ ഡിസ്കൗണ്ട് ഫാക്ടറിൽ വരുന്ന വ്യത്യാസം. സെയിം പ്രപ്പോർഷനിലായിരിക്കില്ല. സെയിം പ്രപ്പോർഷനിലാണെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. പക്ഷെ ഇവിടെ അതല്ല, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്. റേറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസും ടൈമിൽ ഉണ്ടാവുന്ന ഇൻക്രീസും വേരി ചെയ്യണം. ഒരേ റേറ്റിലല്ല വരുന്നത്. ഇനി അതിൽ വേണമെങ്കിൽ കുറച്ച് പോയിന്റ് നിങ്ങൾ അവിടെ സൈഡിലൊന്ന് എഴുതിട്ടോ കേട്ടോ. അതായത് ഇപ്പൊ നമ്മള് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് എന്താണ്? കോഗ്നിറ്റീവ് ബയാസിനെയാണ് ഹൈപ്പർബോളിക്. അപ്പൊ കോഗ്നിറ്റീവ് ബയാസ് എന്നുള്ള വേർഡ് വിട്ട് കളയാൻ പാടില്ല. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ഈസ് ഈക്വൽ ടു കോഗ്നിറ്റീവ് ബയാസ് എന്ന് വേണമെങ്കിൽ എഴുതി പഠിക്കാം. എന്നുവെച്ചാൽ ഈ കോഗ്നിറ്റീവ് ബയാസ് എഴുതിയാൽ തന്നെ നമുക്ക് ഇപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1/2 മാർക്ക് കോഗ്നിറ്റീവ് ബയാസ് എന്നുള്ള വാക്ക് എഴുതിയാൽ മാത്രം കിട്ടും. പിന്നെ അതാണ് ആദ്യം എഴുതേണ്ട പോയിന്റ്. പിന്നെ പറയണത് ഇത് എന്താണ് സംഭവം എന്നാണ് പറയണത്. അതായത് ഇവിടെ എന്താ പറയണത്? എന്താണ് കറക്റ്റ് പറഞ്ഞിട്ടില്ല അല്ലെ? Hyperbolic discounting is a cognitive bias, meaning that it is a mental state that defines logic and common sense. ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കണേന്നാണ് ഇവിടെ പറയണത് തിയറിയില്. ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ ഹൈപ്പർബോളിക്കിൽ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്.
Hyperbolically, the discount factor diminishes based on the amount of time that elapses. ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ടൈം ഇലാപ്സ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ടൈം ഇത് ഇപ്പൊ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ കുറഞ്ഞു വരും തോറും അവിടെ എന്തുണ്ടാവണത്, ഇവിടെ എന്താണ് ഡിസ്കൗണ്ട് റേറ്റ്. ഇപ്പൊ നോക്കിക്കേ, തേർഡ് ഇയറിൽ ഡിസ്കൗണ്ട് റേറ്റ് ഇത്രയാണ് വരുന്നത്, ഇവിടെയാണ് തേർഡ് ഇയറിലെ ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. സെക്കൻഡ് ഇയറിലായിരുന്നപ്പോഴോ ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെയായിരുന്നു, ഫസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെയായിരുന്നു. അപ്പൊ ഓരോ വർഷം നീങ്ങും തോറും ഡിസ്കൗണ്ട് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കുറഞ്ഞു വരണം. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഡിസ്കൗണ്ട് റേറ്റും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അവർ ന്യൂമറോളജിക്കൽ കോഗ്നിറ്റീവ് സെൽസ് ആർ programmed in such a way that we are not immune to the tug of hyperbolic discounting. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സൈക്കോളജി എന്താണ്, നമ്മുടെ സൈക്കോളജി ഇങ്ങനെയാണ്, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ആ ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ പോണത്. വി ക്യാൻ കോമ്പാറ്റ് ഇറ്റ് ബൈ വേ ഓഫ് റീസണിങ്. അപ്പൊ നമ്മൾ ഒരു തെറ്റായ തീരുമാനമാണെങ്കിൽ നമ്മൾ ഇല്ല ഇപ്പൊ ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു തീരുമാനമാണ് കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. However, the neuroscience behind the bias shows us that we can't completely ignore hyperbolic discounting. ഇപ്പൊ നമ്മൾ ഒരു റാഷണൽ ആണെങ്കിൽ നമ്മൾ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് അങ്ങനെ ആയിരിക്കില്ല നമ്മൾ പെരുമാറുന്നത്. അതായത് നമ്മൾ അവിടെ എന്താ റാഷണൽ ആയിട്ട് ചിന്തിക്കും. പക്ഷെ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിനോടാണ്. അല്ലെ, മിക്ക ആൾക്കാരും എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനാണ് പ്രിഫർ ചെയ്യണത്. അതായത് we can't completely ignore hyperbolic discounting. നമ്മൾ എത്ര റേഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ആ ഒരു എഫക്റ്റ് ഇല്ലാതെ നമ്മളൊരു ഡിസിഷൻ എടുക്കായിരുന്നു. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു കൺസെപ്റ്റ് ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇനി അതിനെ കുറിച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഡിലേ ഡിസ്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മാത്രം മതിട്ടാ. ഡിലേ ഡിസ്കൗണ്ടിങ് ഇപ്പൊ നിങ്ങൾ ഈ ചാർട്ടിന്റെ അടുത്ത് കുറച്ച് പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഞാൻ പറഞ്ഞോട്ടെ, ഒന്ന് എഴുതിക്കോ. ഇപ്പൊ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്താന്ന് വെച്ചാൽ നമുക്ക് എഴുതാവുന്ന പോയിന്റ് ആണ്. അണ്ടർ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എഴുതിക്കോ കേട്ടോ. അണ്ടർ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് higher discount rate in the near future and lower discount rate in the distant future. Distant എന്ന് പറഞ്ഞാൽ DISTANT, distant future. കിട്ടിയ ഒരു പോയിന്റ് ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിൽ എന്താ പറയണത്, ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്താണ് നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമുക്ക് ഹയർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ഡിസ്കൗണ്ട്, അതായത് ഫാർ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഇത്രയേ വരുന്നുള്ളൂ. ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ദ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ. ഇതിനെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. എഴുതി എല്ലാവരും? നെക്സ്റ്റ് ഇതില് ഒന്നുകൂടി എഴുതാം. ഇനി ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്, ഈ ഹൈപ്പർബോള എങ്ങനെയാ വന്നേന്നാണ് അടുത്ത് പറയണത്. എഴുതിക്കോട്ടാ. The discounted present value of the future reward follows a mathematical curve. CURVE.
mathematical curve called CALLED, called a hyperbola. BOLA വരെ എഴുതിയാൽ മതി കേട്ടോ, ഹൈപ്പർബോള. ഇപ്പൊ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രസന്റ് വാല്യൂ, ആ ഫ്യൂച്ചർ റിവാർഡിന് നമ്മൾ ഇങ്ങനെ മാത്തമാറ്റിക്കലി കർവായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവിനെ പറയണതാണ് ഹൈപ്പർബോള. അപ്പൊ ഈ 2 പോയിന്റും കൂടി അതിൽ എഴുതാം. അപ്പൊ കോഗ്നിറ്റീവ് ബയാസ് ആണ്. അപ്പൊ ആൾക്കാരുടെ പ്രിഫറൻസ് നിയർ ഫ്യൂച്ചറിൽ ഹയർ ഡിസ്കൗണ്ട് റേറ്റും അതുപോലെ തന്നെ ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ ലോവർ ഡിസ്കൗണ്ട് റേറ്റ്, അങ്ങനത്തെ കോഗ്നിറ്റീവ് ബയാസിനെയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഡിസ്കൗണ്ട് റേറ്റിന് ഇങ്ങനെ കാണിക്കുമ്പോൾ മാത്തമാറ്റിക്കൽ കർവായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈപ്പർബോള ആയിട്ടാണ് കിട്ടുന്നത്. ക്ലിയർ ആയി എല്ലാവർക്കും? അപ്പോ നമ്മള് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എഴുതുമ്പോ ചാർട്ട് വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ചാർട്ടിന് മാർക്ക് കിട്ടും ഇതിന്. അതായത് ഹൈപ്പർബോള ആയിട്ട് തന്നെ വരയ്ക്കാൻ നോക്കണം. ഹൈപ്പർബോള എന്ന് പറഞ്ഞൊരു കർവ് ഈ ഫോമിലാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം റേറ്റിലാക്കാൻ പാടില്ല. ഇവിടെ സെയിം റേറ്റിലാണെങ്കിൽ നമുക്ക് കർവ് വരുന്നത് ഒരു നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ സെയിം ഒരു കർവായിട്ട് വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്, വേറൊരു ഫോമാറ്റിലാണ് വരുന്നത്. ഇങ്ങനെയാണ് പോണത്. ഇവിടെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടല്ല വരുന്നത്. അതായത് ഡിസ്കൗണ്ട് ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇത് 1 ആണെന്ന് വിചാരിക്കുക, ഇത് 2 ആണെന്ന് വിചാരിക്കുക, 3 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഇയർ സ്കെയില് വേണ്ടി വരും വരയ്ക്കാൻ. ഇവിടെയാണ് ഡിസ്കൗണ്ട് റേറ്റ് ആദ്യത്തെ വന്നത്. പക്ഷെ സെക്കൻഡ് ഇയർ വന്നപ്പോ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് വരയ്ക്കുമ്പോ എന്താ വന്നത്? ഇത്രയും വന്നു കണ്ട. അതായത് ഇവിടത്തെ ഒരു ചേഞ്ചും ഈ ഒരു ചേഞ്ചും പ്രപ്പോർഷനിലല്ല വരുന്നത്. മനസ്സിലായ? ഇപ്പൊ കാണില്ലേ? ആർക്കും കാണില്ലേ? ഇല്ല. അയ്യോ അതെവിടെ പോയി? അത് ഇവിടെ പോയി. സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ടോ? ഇവിടെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. മറ്റേ സ്ക്രീൻ കിട്ടുമ്പോഴേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് സെയിം പ്രപ്പോർഷനിലല്ല. റെക്കോർഡ് ചെയ്യണ്ടേ? അതായത് ഡിസ്കൗണ്ട് ഫാക്ടറിൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചും ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ചും ഒരേ റേറ്റിലല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഹൈപ്പർബോള കിട്ടുന്നത്. അപ്പൊ ഈ തിയറിയാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ ഡിലേ ഡിസ്കൗണ്ടിങ് എന്ന് പറയും. അതായത് ഡിലേ വരുമ്പോ എന്ത് പറ്റുന്നു എന്നാണ്, ഡിസ്കൗണ്ട് റേറ്റ് കുറയുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ പറയേണ്ടത് കോസസ് ഫോർ ദിസ് ഫിനോമിനൻ, ഫാക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് വന്നിട്ടുള്ളത്, എന്ത് കാരണങ്ങളാണ്, അല്ലെങ്കിൽ കോസസ് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ തന്നെ എഴുതാം കോസസ് ഫോർ ദിസ് ഫിനോമിനൻ. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഫിനോമിനൽ സംഭവിക്കാനുള്ള കാരണം ഫസ്റ്റ് പറയുന്നത്, when making decisions we tend to favor options that are certain. അല്ലെ, നമ്മൾ പലപ്പോഴും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള കാര്യമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ചാൻസ് ഉണ്ട്. ഇന്ന് 100 രൂപ തരാം, ഒരാഴ്ച കഴിഞ്ഞ് 200 രൂപ തരാം. ഇന്ന് 100 രൂപ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പാണ്, സെർട്ടൻ ആണ്. പക്ഷെ അടുത്ത ആഴ്ച ചിലപ്പോൾ എന്ത് ചെയ്യാം, അൺസെർട്ടൻ ആണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, എന്തും സംഭവിക്കാം. അപ്പൊ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണത്, ഫേവർ ചെയ്യണ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിസിഷൻ മേക്കേഴ്സ് ആർ യൂഷ്വലി റിസ്ക് അവേഴ്സ്. അതായത് മിക്ക ഇൻഡിവിജ്വൽസും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ റിസ്ക് അവേഴ്സ് ആയിരിക്കും. റിസ്ക് എടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. This means that we are often willing to accept a small but certain reward over a larger gain that is less certain because there is a chance we won't secure it. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും റിസ്ക് അവേഴ്സ് ആണ്. മിക്ക ആളുകളും റിസ്ക് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്മോൾ ആണെങ്കിൽ പോലും സെർട്ടൻ റിവാർഡ്, ചെറിയ റിവാർഡ് ആണെങ്കിൽ പോലും ഇപ്പൊ കിട്ടണതിനായിരിക്കും എല്ലാവരും പ്രിഫറൻസ് കൊടുക്കുന്നത് ദെൻ ലാർജർ ഗെയിൻ. അതായത് ഭാവിയിൽ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന ഗെയിൻ എന്ന് പറഞ്ഞാല്
അതായത് ലാർജർ എമൗണ്ട് ആണ് കിട്ടാൻ പോണെന്ന് വെച്ചാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇപ്പൊ തീർച്ചയായിട്ടുള്ള ചെറിയ എമൗണ്ട് മേടിക്കാനായിരിക്കും താല്പര്യം. കാരണം ലാർജർ എമൗണ്ട് ഫ്യൂച്ചറിൽ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് അവിടെ അൺസർട്ടൻ ആണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ മാത്രമല്ല മെയിൻ റീസൺ ഈ ഫിനോമിനന് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റിന് കാരണം ഈ ഒരു കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് വൈ ലോങ് ടേം റിവാർഡ്സ് ആർ നോട്ട് ഓൾവേസ് മോർ റിസ്കി because there is a large window of opportunity for issues to arise. We feel more secure when the rewards are already in our hands. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് അതായത് when long term rewards are not always more risky, അതായത് എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല ലോങ് ടേം റിവാർഡ്സ് റിസ്കി ആവണമെന്നില്ല. അതായത് ബിക്കോസ് there is a large window of opportunity for issues arise, അതായത് റിസ്കി ആവണമെന്നില്ല, പക്ഷേ എന്നാലും അവിടെ പല ഓപ്പർച്യൂണിറ്റി പല ഇഷ്യൂസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്, എന്തും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. റിസ്കി അല്ലെങ്കിൽ പോലും എന്തെങ്കിലും സാധ്യതയ്ക്ക് അവിടെ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് സുരക്ഷിതാക്കാനാണ് നമ്മൾ നോക്കാം. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ള റിവാർഡിന് താല്പര്യം കാണിക്കുന്നത് ഫ്യൂച്ചറിലുള്ള റിവാർഡ്. മൂന്നാമത് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ലോങ് ടേം കോൺസിക്വൻസസ്. They lack long-term planning capacity and therefore subject to what's called temporal myopia. This creates some uncertainty. പിന്നെ മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ടെമ്പറൽ മയോപ്പിയ എന്നാണ്. അതായത് പല ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ലോങ് ടേം കോൺസിക്വൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇന്ന് 100 രൂപ തരാന്ന് പറഞ്ഞു അടുത്ത ആഴ്ച 200, അല്ലല്ല ഇതിപ്പോ വർഷങ്ങളോളാണെങ്കിൽ ഇപ്പൊ ഇന്നല്ല ഒരു വർഷം കഴിയുമ്പോ എനിക്ക് 10,000 രൂപ കിട്ടണം. അപ്പൊ എന്നോട് പറയണ ഒരു 5 വർഷം കഴിയുമ്പോ എനിക്ക് 30,000 രൂപ തരാന്ന് പറയണം. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അപ്പൊ ആ ലോങ് ടേം കോൺസിക്വൻസസ് അത് അളന്ന് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് എന്താണ് ഡിഫിക്കൽട്ടാണ്. അവർക്ക് അതിനെക്കുറിച്ച് ഒന്നാമത് എന്താണ് അവര് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലോങ് ടേം കോൺസിക്വൻസസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. But they lack long-term planning capacity. ഇപ്പൊ സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ലോങ് ടേം പ്ലാനിങ് കപ്പാസിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഒരു ടെമ്പറൽ മയോപ്പിയയിൽ പെട്ടതുകൊണ്ടാണ് എന്ത് പറയണത് ഈ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്നുള്ളൊരു ഫിനോമിനൻ വരുന്നത്. ഇതിനെയാണ് അൺസർട്ടനിറ്റി ആണ് അവിടെ ഇമ്പോർട്ടൻസ് പറയണത്. ഇറ്റ് ഈസ് നോ സീക്രട്ട് ദാറ്റ് വെയിറ്റിംഗ് ഫോർ സംതിങ് വി നീഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. പിന്നെ രഹസ്യം എല്ലാവർക്കും അറിയണ കാര്യമാണ്, വെയിറ്റ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇപ്പൊ കിട്ടണം, എന്തായാലും ഇപ്പൊ കിട്ടണം. ഒരു ഓഫർ നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് സാധാരണ മനുഷ്യനില്ല. അതും എന്താണ് ഈ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിന് കാരണമായിട്ടുള്ള പോയിന്റ് ആയിട്ടാണ് പറയണത്. അതായത് ഇറ്റ് സംടൈംസ് ടേക്സ് എ മെഷർ ഓഫ് സെൽഫ് കൺട്രോൾ ദാറ്റ് മെനി ഓഫ് us don't have. അപ്പൊ നിങ്ങൾക്ക് 10,000 രൂപ തരാന്ന് പറഞ്ഞ് ഇന്ന് 10,000 തരാം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് 20,000 തരാന്ന് പറഞ്ഞാല് നമുക്ക് എന്തുണ്ടാവില്ല, സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം മിക്ക ആൾക്കാർക്ക് ഉണ്ടായിരിക്കില്ല. വേഗം കിട്ടാനായിരിക്കും ആൾക്കാര് ചൂസ് ചെയ്യണ ഓപ്ഷൻ. അപ്പൊ അതും ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിന് കാരണമാവേണം. ഇതൊക്കെ ആൾക്കാരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പറയണത്. ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹൈപ്പർബോളിക് ഫിനോമിനൻ ആയിട്ട് പറയണത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് അതിലെന്തെന്നാ നോക്കട്ടെ. നമുക്ക് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിലെ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഇതില് പോയിന്റ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് തന്നെ പോയിന്റ് മാത്രം പഠിക്കുക, കർവ് ചാർട്ട് പഠിക്കുക, പിന്നെ പഠിക്കണം അതിന്റെ എക്സാമ്പിളും കൂടെ എഴുതണം കേട്ടോ. ഈ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ട് എന്ന് എഴുതുമ്പോ എക്സാമ്പിളും കൂടെ എഴുതണം. പിന്നെ കോസസ് ആണ്. ഇപ്പൊ 4 കാരണങ്ങളാണ് പറയണത്, ആൾക്കാരുടെ താല്പര്യമാണ് പറയണത്. ഇനി അതിന്റെ റിസൾട്ട് എന്താണ്, അത് വേണമെങ്കിൽ കൂടെ എഴുതാന്നുള്ള റിസൾട്ട് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ആണെങ്കിൽ എന്ത് പറ്റുമെന്നാണ് പറയണത്. Hyperbolic discounting can result in poor decision making because it incentivizes impulsivity and immediate gratification. അതായത് പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് റിസൾട്ട് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ തീരുമാനം തെറ്റാണ്. അതായത് ഇപ്പൊ ഷോർട്ട് ടൈം ഗെയിൻ മാത്രമേ, അല്ലെങ്കിൽ
ഇപ്പോഴത്തെ സംതൃപ്തി, ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? സംതൃപ്തി. ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണുള്ളൂ. Decisions that prioritize short-term gratification often neglect and detract from our long-term well-being. അപ്പൊ നമ്മളിവിടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൽ പോകില്ല. അപ്പൊ ഷോർട്ട് ടൈം ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ആണെങ്കിൽ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത് if one had money to spare, it may be wise to invest some of it for retirement. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പണം വന്നു, അപ്പൊ ഞാൻ ബുദ്ധിപരമായി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? എന്റെ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യണത്? ഇപ്പോഴത്തെ സംതൃപ്തി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ കിട്ടിയ പൈസ ഉപയോഗിച്ച് ഒരു ഫ്രിഡ്ജ് വാങ്ങാം, വാഷിംഗ് മെഷീൻ വാങ്ങാം, അല്ലെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവ് ചെയ്യാമെന്ന് തോന്നുകയാണ്. ഇതാണ് മാനസികാവസ്ഥ. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് കാരണമാണ് ഇങ്ങനത്തെ ഡിസിഷൻസ്, തെറ്റായ ഡിസിഷൻസിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സംതൃപ്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ തന്നെ ഒന്നാമത്തെ റിസൾട്ട് ആയിട്ട് പറയണത്. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് ടൈം തിങ്കിങ് ക്യാൻ ഹാവ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഓൾ സോർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൊഫഷൻസ്. ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് റിസൾട്ട് ആണ് പറഞ്ഞത്. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഈ പുവർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് എല്ലായിടത്തും ഉണ്ടാവേണ്ടത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും പ്രൊഫഷൻസിലായാലും, അതായത് ഇപ്പൊ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിലായാലും ഗവൺമെന്റ് ആയാലും പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ് ചെയ്യണത്? അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ആൾക്കാരുടെ വെൽബീയിങ്, ലോങ് ടേമിലുള്ള വെൽബീയിങ്ങിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ഗെയിൻ കിട്ടണം, അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയാലും ഇത് തന്നെയാണ്. ലോങ് ടേം വ്യൂ അവരെന്ത് ചെയ്യും? ഒഴിവാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇതും ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിന്റെ രണ്ട് റിസൾട്ട് ആയിട്ട് പറയണത്. അപ്പൊ എന്താണ്? നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഓൾ സോർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രൊഫഷൻസ്. ഇതാണ് ഒരു പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ഇറ്റ് റിസൾട്ട്സ് ഇൻ പുവർ ഡിസിഷൻ മേക്കിംഗ്. ഇതാണ് രണ്ടും റിസൾട്ട്സ് ഓഫ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് ആയിട്ട് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ചാർട്ട് എങ്ങനെയാണ്, പിന്നെ അതിന്റെ പ്രോസസ്സ് പറഞ്ഞു. കോസസ് പഠിക്കണം. 4 കാരണങ്ങളാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് കാരണമായിട്ട് പറയുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര. ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ, വേണമെങ്കിൽ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് എന്താണ്, ഒരു 2 മാർക്കിനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങള്. അപ്പൊ അതില് കോഗ്നിറ്റീവ് ബയാസ് എന്നുള്ള വേർഡ് വെട്ടിക്കളയാൻ പാടില്ല. കോഗ്നിറ്റീവ് ബയാസ് വന്നാലേ മാർക്ക് വരുള്ളൂ. ഒന്ന് എഴുതിയില്ലെങ്കിലും കോഗ്നിറ്റീവ് ബയാസ് എഴുതിയാൽ തന്നെ ബിഹേവിയറൽ ഫിനാൻസിലെ കോഗ്നിറ്റീവ് ബയാസ് ആണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്. ഒരു പോയിന്റ് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ, ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ഇൻ ദ ഡിസ്റ്റന്റ് ഫ്യൂച്ചർ, അതാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ കർവ് എങ്ങനെയാ പറയണത്? മാത്തമാറ്റിക്കൽ കർവ് ഫോം ചെയ്യണത് ഹൈപ്പർബോളയുടെ രൂപത്തിലാണ്. ഹൈപ്പർബോളയുടെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റിൽ ഉണ്ടാവുന്ന വർധനവ്, ഡിസ്കൗണ്ട് റേറ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ടൈമിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അത് സെയിം പ്രപ്പോർഷനിലല്ല. അതുകൊണ്ടാണ് ഹൈപ്പർബോള മാത്തമാറ്റിക്കൽ കർവോടെ ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്ങിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഫൗണ്ടേഷൻ ബിഹേവിയർ ആണ്. അത് കുറച്ച് തിയറീസ് ആണ്. ഇന്ന് ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ് മാത്രം മതി. അപ്പൊ അത് അടുത്ത് നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ തീർക്കാം. പക്ഷെ നാളെ എനിക്ക് പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് ചൊവ്വാഴ്ച എങ്ങാനും വെക്കുക കേട്ടാ. അപ്പൊ എന്തായാലും വേഗം തീർക്കാൻ നോക്കാം. ഇനി കോളേജിൽ പോകുമ്പോ ചിലപ്പോ അരമണിക്കൂറായിരിക്കും എടുക്കണത്. എന്നാലും നമ്മുടെ പോർഷൻ തീരും. അരമണിക്കൂറായാലും ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ശരി, എന്നാ വൈൻഡപ്പ് ചെയ്യാം കേട്ടാ. വായിച്ചു നോക്കാം. ഇന്ന് തന്നെ വായിച്ചു നോക്കി പഠിക്കാൻ നോക്കാം. തന്നെ ഡെയിലി പഠിക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ശരി കേട്ടാ. എന്നാ ഓക്കെ. താങ്ക് യു.